ഒരു സിറ്റിയിൽ തുടരെ സൈക്കോ കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. ഇത് അന്വേഷിക്കാൻ എത്തുന്ന ഹീറോ. അന്വേഷണം വീണ്ടും വീണ്ടും സങ്കീർണമാകുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ട്വിസ്റ്റുകൾ കൊണ്ടു നിറഞ്ഞ ഒരു സിനിമയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി കഥ നമുക്ക് ആരംഭിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. ഈ സിനിമയുടെ തുടക്കത്തിൽ ആളുകളൊന്നുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട വഴിയിലൂടെ ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർ ഓടിക്കുന്നയാൾ പാതി വഴിയിൽ വണ്ടി നിർത്തിയിട്ട് പുറകിൽ പോയി ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോഴാണ് അവനൊരു കില്ലറാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. അവനൊരാളെ കൊന്ന് ഡിക്കിക്കുള്ളിൽ വെച്ചിരിക്കുകയാണ്. അവൻ ആ ബോഡി എടുത്തുകൊണ്ട് പോയി അവന്റെ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ മുഴുവൻ ഉപയോഗിച്ച് ആ ബോഡി കത്തിച്ചു കളയുന്നു. ഇതുപോലെ നിഷ്ഠൂരമായ ഒരു കൊലപാതകവും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഇന്നലെ കണ്ട പോലെ ആ പടുപാവി ഒരു കൊലപാതകം ചെയ്തില്ലേ, അത് പോലീസ് കണ്ടുപിടിച്ചു. ഇതാരാണ് കൊലപാതകം ചെയ്തത്, എന്താണ് കൊലപാതകം ചെയ്യാനുള്ള മോട്ടീവ് എന്നുള്ളതിനെ പറ്റിയൊക്കെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് കൊള്ളക്കാരായ കുറെ ആളുകൾ ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി മുഖംമൂടിയൊക്കെ ധരിച്ച് ഒരു ബാങ്കിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങൾക്കൊരു 10 മിനിറ്റ് സമയം തന്നാൽ മതി, ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പണവും എടുത്ത് ഇവിടെ നിന്ന് പോയിക്കോളാം. അതല്ലാതെ ഒരുപാട് ഹീറോയിസം കാണിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ നിന്റെയൊക്കെ ശവമായിരിക്കും ഇവിടെ വീഴാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ കൊള്ളക്കാരുടെ കൂട്ടത്തിലുള്ള മറ്റാളുകൾ അവിടുത്തെ മാനേജരെയും കൂട്ടി ലോക്കർ റൂമിലേക്ക് പോയി അവിടെയുള്ള സ്വർണവും പണവുമെല്ലാം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ കൊള്ളക്കാരുടെ തലവൻ ഒരു മഹാവൃത്തികെട്ടവനാണ്. അവിടെ വന്നിരിക്കുന്ന ഒരു ചേച്ചി കയ്യിലുണ്ടായിരുന്ന മാലയും വളയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അത് പണയം വെക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അത് ഇയാളുടെ കണ്ണിൽ പെട്ടിട്ട് അത് വേണം എന്ന് പറഞ്ഞ് അതിൽ പിടിച്ചു വലിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ഇച്ചിരി ധൈര്യമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അയാൾ വന്ന് ഇയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരോഗ്യ ദൃഢഗാത്രനായ ആ കൊള്ളക്കാരൻ ആ സെക്യൂരിറ്റിയെ വെടിവെച്ച് വീഴ്ത്തും. എന്നാൽ ഒരു കൊലപാതകം ചെയ്തു എന്നുള്ള യാതൊരു കുറ്റബോധമോ ഭയമോ അയാളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവരെല്ലാം കൂടി ഒരു കാറിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായ അരവിന്ദിനെയാണ്. അരവിന്ദിന് ഒരു കോള് വരുന്നു. ശേഷം അയാൾ ജീപ്പ് എടുത്തുകൊണ്ട് നേരെ പാഞ്ഞൊരു ഗോഡൌണിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കിയാൽ അത് കൊള്ളക്കാർ താവളമടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവൻ പറയും, നിങ്ങൾ എന്താണ് ഇങ്ങനെ നോക്കുന്നത്, ആകെ മൊത്തം സെറ്റപ്പൊക്കെ കൊള്ളാലോ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കണ്ടുപിടിച്ചത് എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ശരിക്കും ഈ കൂട്ടര് മൈക്രോ ഫിനാൻസ് ഏജൻസികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബാങ്കുകളെ ടാർഗറ്റ് ചെയ്ത് കൊള്ള നടത്തുന്നവരാണ്. മാത്രമല്ല ഇവർ കൊള്ള നടത്തുന്ന സ്ഥലം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും വളരെ ദൂരെയായിരിക്കും. ബാങ്കിൽ നിന്ന് കോള് പോയി പോലീസ് എത്തുമ്പോഴേക്കും രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. ഈ സിറ്റിയിൽ ഇതുപോലെ വീണ്ടും കൊള്ള നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലുള്ള ബാങ്കിംഗ് സ്ഥാപനങ്ങളെ കണ്ടെത്തി അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളിലും നോട്ടുകെട്ടുകളിലും നമ്മൾ GPS ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അലർട്ടായിരിക്കണം എന്ന് അരവിന്ദ് പറയുകയാണ്. അരവിന്ദന്റെ ഈ ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് ഇവന്മാരെല്ലാം കുടുങ്ങിയത്. അവൻ പറയും, നിങ്ങൾക്ക് ഞാൻ കുറച്ച് സമയം തരാം, മര്യാദയ്ക്ക് പോയി വണ്ടിയിൽ കയറുവാണെങ്കിൽ യാതൊരു പ്രോബ്ലവുമില്ല. അതല്ലാതെ ഹീറോയിസം കാണിക്കാനാണ് ശ്രമമെങ്കിൽ എല്ലാത്തിന്റെയും പരിപ്പ് ഞാൻ എടുക്കും. ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ അവരുടെ തനി സ്വഭാവം കാണിക്കും. അവൻ എല്ലാത്തിനെയും അടിച്ച് തൂഫാനാക്കി എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിവിടും. ഇവിടെ ഹീറോ മാസ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരിടത്ത് ASP രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരാളെ കാണിക്കുകയാണ്. അവന്റെ അടുത്ത് കമ്മീഷണർ ഒരു കേസ് ഫയൽ കൊടുത്തിട്ട് നമ്മളെ തുടക്കത്തിലെ ഒരു കൊലപാതകം കണ്ടില്ലേ, അതുപോലെ തന്നെ വീണ്ടും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, അതിനെപ്പറ്റി ഒരു കേസ് അന്വേഷിക്കണമെന്നും ഇത് തുടരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രയും വേഗം കൊലയാളിയെ കണ്ടെത്തി കേസ് അവസാനിപ്പിക്കണമെന്നും കമ്മീഷണർ രഞ്ജിത്തിനോട് ആവശ്യപ്പെടുകയാണ്. ഇതിനെ തുടർന്ന് രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മിസ്സിംഗ് കേസുകളും എടുത്ത് പഠിക്കുകയാണ്. കൊല ചെയ്യപ്പെട്ടവരും മിസ്സായവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ അത് ചെയ്യുന്നത്. എന്നാൽ ഈ സമയത്ത് വീണ്ടും നമ്മൾ ആദ്യം കണ്ട കില്ലർ വീണ്ടും കൊലപാതകങ്ങൾ നടത്തുകയാണ്. അവിടെയും വന്ന് പോലീസ് അന്വേഷിക്കുമെങ്കിലും അവർക്കൊരു തുമ്പും കിട്ടുന്നില്ല. ആരാണ് മരിച്ചതെന്നോ ആരാണ് കൊന്നത് എന്നോ യാതൊരു തെളിവും അവിടെ അവശേഷിപ്പിച്ചിട്ടില്ല കില്ലർ. മാത്രമല്ല ഇങ്ങനെ ഈ കേസ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീണ്ടും കില്ലർ ഒരാളെ കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ബോഡി ഉപേക്ഷിച്ചതായിട്ട് അവർ വീണ്ടും കണ്ടെത്തും. തുടരെ കൊലപാതകങ്ങൾ നടക്കുന്നതുകൊണ്ട് കമ്മീഷണർ ആകെ കലിപ്പാകും. നീയൊക്കെ എന്ത് പോലീസുകാരനാടാ, കുറെ ദിവസമായല്ലോ നീ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്താണ് ഉണ്ടാക്കി വെച്ചത്? വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നീയൊക്കെ പറ്റിയല്ലെങ്കിൽ പണിയും കളഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞ് അയാൾ ആ പേപ്പറെല്ലാം രഞ്ജിത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. ഇതിനുശേഷം രഞ്ജിത്തിന് ആകെ ടെൻഷനായി. ആ കേസിനൊരു തുമ്പുണ്ടാക്കാൻ വേണ്ടി അയാൾ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അയാൾക്കൊരു കോള് വരുന്നത്. രാത്രി തന്നെ അയാൾ ആ വണ്ടിയും എടുത്തുകൊണ്ട് ഹൈവേയിലൂടെ പാഞ്ഞു പോകുന്ന സമയത്ത് ഒരു ആക്സിഡന്റിൽ പെട്ട് അയാൾ ആശുപത്രിയിലാകുകയാണ്. ഭാഗ്യത്തിന് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അയാൾക്ക് സംസാരിക്കുവാനോ എണീറ്റ് നടക്കുവാനോ കഴിയുകയില്ല. നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന രഞ്ജിത്ത് ആക്സിഡന്റ് ആയി ആശുപത്രിയിലായതിനാൽ ഇനി ആരായിരിക്കും കേസ് അന്വേഷിക്കുന്നത്? CBIക്ക് കേസ് കൈമാറുകയാണോ സാർ എന്നിങ്ങനെ പല ചോദ്യങ്ങൾ മീഡിയക്കാര് കമ്മീഷണറോട് ചോദിക്കുകയാണ്. ശേഷം കമ്മീഷണർ നമ്മുടെ നായകനായ അരവിന്ദിനെ വിളിച്ചിട്ട് പറയും, നിനക്കറിയാമല്ലോ ഇത്രയും നാളും ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് രഞ്ജിത്താണ്, എന്നാൽ അയാൾ ഹോസ്പിറ്റലായതിനാൽ ഈ കേസ് ഇനി തൊട്ട് അന്വേഷിക്കാൻ പോകുന്നത് നീയാണ്. മീഡിയക്കാരുടെ ഭാഗത്തു നിന്നും DGPയുടെ ഭാഗത്തു നിന്നും എനിക്ക് നല്ല പ്രഷറുണ്ട്.
ആവശ്യമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ കേസ് ക്ലോസ് ചെയ്യേണ്ടതാണ്. നിനക്ക് എല്ലാവിധ സഹായങ്ങൾക്കുമായിട്ട് നിന്റെ കൂടെ ഒരു SIയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് SI മനോഹറിനെ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ശേഷം SI മനോഹറും ഹീറോയും കൂടി ക്രൈം നടന്ന എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും അവർക്കൊരു തുമ്പും ക്രൈം സീനിൽ നിന്നും കിട്ടുന്നില്ല. കുറച്ച് ആലോചിച്ചു കഴിയുമ്പോഴാണ് അയാൾക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. കില്ലർ കൃത്യം നടത്താൻ ഉപയോഗിച്ച സ്ഥലത്ത് ഒരു തെളിവ് പോലും അവശേഷിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അന്വേഷിച്ച എല്ലാ കേസും തെളിയിച്ച രഞ്ജിത്തിന് പോലും ഈ കേസ് തെളിയിക്കാനോ ഒരു തുമ്പ് കണ്ടെത്താനോ കഴിയാതെ പോയത്. സാധാരണ കൊലപാതകങ്ങൾ നടന്നു കഴിയുമ്പോൾ ഫിംഗർ പ്രിന്റുകളോ രക്തത്തിന്റെ കറകളോ അങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പ് അവിടെ നിന്ന് കിട്ടാറുള്ളതാണ്. എന്നാൽ ഈ ക്രൈം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും കൊലയാളി ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് മനോഹറിനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇയാൾ ഒരു മനോരോഗിയോ ഒരു സൈക്കോ കില്ലറോ ആയിരിക്കും. ശരിയാണ് മനോഹർ, പക്ഷേ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ മരിച്ച വ്യക്തികളെ ഇയാൾ ശാരീരികമായി ആക്രമിക്കുകയോ മാനഭംഗപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ മരിച്ചിരിക്കുന്ന എല്ലാ ആളുകളും സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ്. നമ്മൾ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ ബോഡിയെല്ലാം കത്തിച്ചു കളയുന്നത്. മാത്രമല്ല ആ ബോഡി ഇന്നുവരെ ഒരാളും തിരിച്ചറിഞ്ഞിട്ടുമില്ല, അവകാശികളും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കേസിൽ വളരെയധികം ദുരൂഹതകളുണ്ട്, ആരുമായും ഇത് ഷെയർ ചെയ്യണ്ട എന്ന് മനോഹറിനോട് ഹീറോ പറയും. അടുത്ത ദിവസം ഓഫീസ് പോയിട്ടിരിക്കുന്ന വഴിയിൽ പെട്ടെന്ന് ഹീറോയുടെ കാറിന് എന്തോ കംപ്ലൈന്റ് വരും. അയാൾ ആ കാറ് ഒരു സൈഡിലേക്ക് ഒതുക്കി ലിഫ്റ്റിന് വേണ്ടി കൈ നീട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കാറ് വന്ന് അവിടെ നിർത്തുന്നത്. ഹീറോ അതിനുള്ളിൽ നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പെൺകുട്ടിയാണ്. ഹീറോയ്ക്കും ഈ പെൺകുട്ടിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഏജ് ഓവർ ആയിട്ടും കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഹീറോയിൻ. വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചിട്ടും അവൾ അതിനൊന്നും വഴങ്ങിയില്ല. അവസാനം പ്രഷർ താങ്ങാനാവാതെ ഒരു ചെറുക്കനെ കണ്ടു കളയാമെന്ന് അവളും തീരുമാനിക്കും. അങ്ങനെ കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അരവിന്ദിനെ ഹീറോയിൻ കാണുന്നത്. പക്ഷേ ഹീറോയിൻ അന്വേഷിച്ചു വന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ആളല്ലായിരുന്നു അരവിന്ദ്. പക്ഷെ അതറിഞ്ഞിട്ടും ഹീറോയിൻ പറയും, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾ എന്നെ വിവാഹം ചെയ്യുമോ എന്ന് പ്രപ്പോസ് ചെയ്യും. പക്ഷേ ഹീറോയ്ക്ക് ഇതൊന്നും ഇഷ്ടമാകത്തില്ല. അവൻ പറയും, ഉള്ള നേരത്തെ നീ സ്ഥലം വിട്ടോ, നീ വിചാരിക്കുന്ന ഒരാളല്ല. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഗുണ്ട വന്ന് ഹീറോയെ ആക്രമിക്കും. അപ്പോഴാണ് ഇയാൾ ഒരു പോലീസുകാരനാണെന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലാകുന്നത്. എങ്കിലും അവൾ തന്റെ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല. ശേഷം ഹീറോയെ ഫോളോ ചെയ്ത് നടക്കുകയാണ് നായിക. സാധാരണ സിനിമകളിലൊക്കെ കാണുന്ന പോലെ നായികയുടെ പുറകെ നായകനല്ല നടക്കുന്നത്, നായകന്റെ പുറകെ നായികയാണ് നടക്കുന്നത്. അങ്ങനെ മുന്തിനം പാർത്തേനെ പാർത്തതും തോற்றേനെ എന്നുള്ള പാട്ടൊക്കെ മനസ്സിൽ പാടി നായിക അവന്റെ പുറകെ ഒരുപാട് നടന്നെങ്കിലും നായകൻ അതിനൊന്നും വഴങ്ങുന്ന മട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗതികേടിന് അവൻ കൈ നീട്ടിയത് നായികയുടെ കാറിനായിപ്പോയി. എന്തു ചെയ്യാനാ, നായികയും വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. അവള് പറയും, സാറിന് ഓഫീസിൽ പോകാൻ സമയമായില്ലേ, വേഗം കയറിക്കോ, നിങ്ങൾ കയറിയില്ലെങ്കിൽ ഞാനും ഇവിടുന്ന് പോവില്ല, നിങ്ങൾ ഇവിടുന്ന് പോവില്ല, വെറുതെ എന്തിനാ. അവസാനം അവളുടെ വാശിക്ക് വഴങ്ങി അവൻ ആ കാറിൽ കയറി ഓഫീസിൽ പോവുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഇപ്പൊ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല മഴയുമുണ്ട്. ഒരാൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ നോക്കിക്കൊണ്ട് കില്ലറും അവന്റെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. അയാൾ പതിയെ കാറിന് പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ആളുടെ മുമ്പിൽ ചെന്ന് നിന്ന് അയാൾ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മെഷീൻ വെച്ച് അയാളെ ഷോക്ക് അടിപ്പിച്ച് ആ കാറിലിട്ട് അയാളെ കൊണ്ടുപോവുകയാണ്. പിറ്റേ ദിവസം നോക്കിയാൽ കില്ലർ ഏഴാമതായും ഒരാളെ കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊണ്ടേയിട്ടിട്ട് പോയേക്കുവാണ്. ഇങ്ങനെ പോയാൽ ഈ കഥ എവിടെ ചെന്ന് അവസാനിപ്പിക്കുമെന്ന് എനിക്കും വലിയ പിടുത്തമില്ല. കില്ലർ തുടരെ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പോലീസുകാർക്കാണെങ്കിൽ ഒരു തുമ്പും കിട്ടുന്നുമില്ല. ക്രൈം സീനൊക്കെ പരിശോധിച്ച ഹീറോ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടേക്കാൻ പറയുന്നു. അതിനുശേഷം മുമ്പ് നടന്ന കൊലയ്ക്കും ഇപ്പോൾ നടന്ന കൊലയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയാൻ ഹീറോ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അയാൾ പറയും, മുമ്പ് റിപ്പോർട്ട് ചെയ്ത ക്രൈം പോലെ തന്നെയാണ് ഇതും. പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പെട്രോൾ ഒഴിച്ചാണ് ബോഡി കത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബോഡിയുടെ കാലിൽ നിന്ന് ഒരു പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തിടെ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി അയാൾ കാലിൽ അത് സർജറി ചെയ്ത് പിടിപ്പിച്ചതാവാം. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് സർജറി നടത്തിയ ഹോസ്പിറ്റലുകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൊല ചെയ്യപ്പെട്ട ആളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഹീറോ ആ പ്ലേറ്റിന്റെ ദുരൂഹത തേടി പോവുകയാണ്. അയാൾ ഇങ്ങനെയുള്ളൊരു സർജറി നടത്തുന്ന ഒരു ഡോക്ടറോട് സംസാരിച്ചു കഴിയുമ്പോൾ അയാൾ പറയും, ഇത് വളരെ റീസെന്റ് ആയിട്ട് മെഡിക്കൽ അതോറിറ്റി അപ്രൂവ് ചെയ്ത ഒരു പ്ലേറ്റ് ആണ്. ഇത് അധികം ആളുകളിൽ ഫിക്സ് ചെയ്തിരിക്കാൻ ചാൻസ് ഇല്ല. മാത്രമല്ല ഈ പ്ലേറ്റിൽ അത് മാനുഫാക്ചറിംഗ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സർജറികൾ ചെയ്തിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വലിയ പ്രയാസമില്ല. ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ, എനിക്ക് എത്രയും വേഗം തന്നെ ഈ സർജറി നടത്തിയിട്ടുള്ള എല്ലാ ആളുകളുടെയും റിപ്പോർട്ട് എനിക്ക് വേണം. അത് കിട്ടുകയാണെങ്കിൽ കൊലയാളിയിലേക്കുള്ള ഒരു ലീഡായിരിക്കാം. എനിക്ക് കഴിയുന്ന അത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് ഞാൻ റെഡിയാക്കി തരാം എന്ന് ഡോക്ടർ പറയും. അതിനുശേഷം അയാൾ പുറത്തിറങ്ങുമ്പോൾ നായകന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള SI മനോഹർ അടുത്ത ഒരു ഡോക്ടറിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണാം. അയാൾ എന്തിനായിരിക്കും അവിടെ വന്നതെന്ന് അറിയാൻ അരവിന്ദ് ആ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലും. അയാളോട് ചോദിച്ചു കഴിയുമ്പോൾ അയാൾ ആകെ പരിങ്ങുകയാണ്. അവിടെ ഇരുന്ന് ആ ഫയൽ എടുത്ത് നോക്കി കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഡോക്ടറോട് ചോദിക്കും, എന്താണ് സീരിയസ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എന്നോട് പറയാം, ഞാൻ അയാളുടെ കൂടെ
കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ACP അരവിന്ദാണ്. അയാൾ എന്റെ അസിസ്റ്റന്റും. കൂടുതലായി ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർ പറയും, മനോഹർ ഇത് പുറത്ത് ആരോടും പറയരുതെന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളും ഇത് ആരുടെ അടുത്തും പറയരുത്. അയാൾക്ക് ഹാർട്ട് സംബന്ധമായ ഒരു രോഗമുണ്ട്. അത് വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് വരുന്ന ഒരു രോഗമാണ്. അയാള് അതിനുള്ള ട്രീറ്റ്മെന്റിലുമാണ്. ഇത് നിങ്ങൾ പുറത്തു പറയരുത് എന്ന് ഡോക്ടർ പറയും. അതിനുശേഷം നായകൻ അവിടുന്ന് പോരുകയാണ്. അങ്ങനെ മുമ്പ് ഡോക്ടറോട് ചോദിച്ചിരുന്നില്ലേ ഒരു പ്ലേറ്റ് സർജറി ചെയ്തവരുടെ ലിസ്റ്റ്? അത് SI മനോഹർ നായകന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവരത് പരിശോധിച്ച് കഴിയുമ്പോൾ റീസെന്റ് ആയിട്ട് 40 പേർക്ക് ആ സർജറി ചെയ്ത് പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരിപ്പോൾ അന്വേഷിക്കുന്ന കേസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ ഏജ് ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7 പേരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. 6 പേരുടെയും വീടുകളിൽ അവർ പോയി അന്വേഷണം നടത്തുമ്പോൾ അവരെല്ലാം കാലിൽ സർജറി ചെയ്ത് ആ പ്ലേറ്റ് ഘടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അവർക്ക് യാതൊരുവിധ അപകടവും സംഭവിച്ചിട്ടുമില്ല. ഇനി 7ാമതായിട്ട് ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഒരുപക്ഷെ അയാളായിരിക്കാം കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ നായകനും SI മനോഹറും അയാളുടെ വീട് അന്വേഷിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരാൾ വാതിലും തുറന്ന് ആ വീട്ടിൽ നിൽപ്പുണ്ട്. എന്തോ രോഗശൈലിയിൽ കിടക്കുന്ന അയാളുടെ അച്ഛനെയും അടുത്ത് കാണാം. നിങ്ങളാണോ ഈ സുധാകർ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതെ ഞാൻ തന്നെയാണ് സാർ സുധാകർ എന്ന് പറയും. അവരുടെ കണ്ടെത്തലിൽ ഏഴാമതായി സർജറി ചെയ്ത ആളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അയാൾ ഇതാ ജീവനോടെ അവരുടെ മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ കാലിൽ പ്ലേറ്റ് എന്തെങ്കിലും സർജറി ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ സാർ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ പ്ലേറ്റ് കാലിൽ സർജറി ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അയാൾ പറയും. എന്താ സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നായകൻ പറയും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് ഒരു എൻക്വയറിക്ക് വന്നതാണ്. ആ പ്ലേറ്റിന്റെ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. അതിനുശേഷം ഹീറോ ഒരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെടും. ആ കണ്ണാടി വെച്ചയാൾ ഉള്ളിൽ പോയി വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ അവിടെയൊക്കെ ആകെ പരതുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അയാളുടെ മുഖത്ത് ഒരു പരിങ്ങൽ കാണാം. ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുന്നുണ്ടെങ്കിലും അത് മുഴുവനായി നിറയാൻ പോലും കാത്തു നിൽക്കാതെ അയാൾ ഓടി വന്ന് നായകന്റെ കയ്യിൽ ആ കുപ്പി കൊടുക്കുകയാണ്. അതിനുശേഷം അവരവിടുന്ന് പോരുകയും ചെയ്യുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും ഒരു ഗോഡൌണിൽ കത്തിക്കരിഞ്ഞ ഒരു ജഡം കൂടി അവർക്ക് കിട്ടുന്നു. കില്ലർ വീണ്ടും കൊലപാതകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ അവരുടെ സിറ്റി ലിമിറ്റിൽ തന്നെയാണ് എല്ലാ കൊലപാതകവും നടക്കുന്നത്. എന്നാൽ ഈ കൊല നടന്നിരിക്കുന്നത് സിറ്റിക്ക് വെളിയിലാണ്. അതുകൊണ്ട് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണങ്ങളോ മിസ്സിംഗ് കേസുകളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അവർ ക്രൈം നടന്ന സ്റ്റേഷൻ ലിമിറ്റിലുള്ള SIയോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ അന്വേഷിക്കുന്ന കേസിലെ കൊലയാളി തന്നെയാണ് ഈ കൊലയും ചെയ്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും മിസ്സിംഗ് കേസോ മറ്റ് പോലീസ് കേസുകളോ പരാതികളോ നിങ്ങളുടെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇവിടെ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാർ എന്ന് പറയും. അപ്പോൾ ആകെ പരിങ്ങി അവിടുത്തെ പോലീസ് കോൺസ്റ്റബിൾ പറയും, കഴിഞ്ഞ ദിവസം ഒരു പിച്ചക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അയാള് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു സാർ. ബസ്, ലേഡി എന്നിങ്ങനെ തന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അയാളെ പുറത്താക്കുകയും ചെയ്തു എന്ന് പറയും. അങ്ങനെ അവരെയും കൂട്ടി ഹീറോ ആ പിച്ചക്കാരനെ തപ്പിയിറങ്ങും. അയാളുടെ അടുത്ത് ചെന്ന് അയാളോട് തിരക്കി കഴിയുമ്പോൾ പിച്ചക്കാരൻ പറയും, കഴിഞ്ഞ ദിവസം ബസ്സിൽ വന്നിറങ്ങിയ ഒരു യുവതിയെ കാറിൽ വന്നിറങ്ങിയ മാസ്ക് വെച്ച ഒരാൾ എന്തോ ഉപകരണം വെച്ച് അവളെ ബോധം കെടുത്തുകയും കാറിൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു സാർ എന്ന് അയാൾ പറയും. ഈ യുവതിയെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അവൾ ഇതിലെ സ്ഥിരമായി സ്കൂട്ടറിൽ പോകുന്ന ഒരു പെണ്ണാണ്, ഞാൻ എന്നും കാണാറുള്ളതാണെന്ന് പറയും. എല്ലാ ദിവസവും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഒരു ദിവസം പെട്ടെന്ന് ബസ്സിൽ പോകണമെങ്കിൽ എന്തായിരിക്കാം കാരണം? അവളുടെ ബൈക്ക് കേടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലായിരിക്കും ആ ബൈക്ക് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അവരടുത്തുള്ള എല്ലാ വർക്ക്ഷോപ്പുകളും പരിശോധിക്കുമ്പോൾ അതിലൊരു വർക്ക്ഷോപ്പിൽ നിന്ന് അവർ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു സ്കൂട്ടി കണ്ടെത്തും. വർക്ക്ഷോപ്പുകാരനോട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഒരു സ്ത്രീ ഇത് കൊണ്ടുതന്നതാണെന്നും സ്കൂട്ടി നന്നാക്കാനായിട്ട് കുറച്ച് സമയമെടുക്കുമെന്നുള്ളതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അവൾ ബസ്സിൽ പൊയ്ക്കോളാമെന്നുമാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. സ്കൂട്ടി ഇനിയും റെഡിയാക്കിയിട്ടില്ല സാർ എന്ന് അവനോട് പറയും. അവൻ ആ സ്കൂട്ടിയുടെ കീ ആവശ്യപ്പെടുമ്പോൾ അവരത് കൊടുക്കാൻ ഒരു ചെറിയ മടിയുള്ളതുകൊണ്ട് കീ തപ്പുന്ന പോലെ അതിൽ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. നായകൻ പറയും, ആ ശരി നീ അതിൽ തപ്പിക്കൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതിന്റെ സീറ്റ് തുറക്കും. സീറ്റ് തുറന്നു കഴിയുമ്പോൾ അവർക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് സ്കൂട്ടി ഓണറായ യുവതിയുടെ RC ബുക്കിന്റെയും ലൈസൻസിന്റെയും കോപ്പി കിട്ടും. അതിൽ നിന്ന് ആ കുട്ടിയുടെ അഡ്രസ്സും പേരും അവർക്ക് ലഭിക്കും. കൂടാതെ അവളുടെ ഫോട്ടോയും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സ് ഫോളോ ചെയ്ത് അവർ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അതാ നിൽക്കുന്നു ആ യുവതി അവരുടെ മുന്നിൽ. വീണ്ടും ട്വിസ്റ്റാണ്. കാലിലെ പ്ലേറ്റ് അന്വേഷിച്ചു പോയപ്പോ അയാളും ജീവനോടെയുണ്ട്. ഇപ്പോഴിതാ മരിച്ചുവെന്ന് കരുതി യുവതിയെ തേടി അവരെ വീട്ടിലെത്തിയപ്പോ ജീവനോടെ ഇത് അവരുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അവരുടെ കൂടെ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയും, നീയല്ലേ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നത്? അപ്പോൾ യുവതി ചെറുതായിട്ടൊന്ന് പരിങ്ങിയിട്ട് പറയും, അതെ സാർ ഞാൻ തന്നെയാണ്. എന്നിട്ട് കാണാതായ പട്ടിക്കുട്ടിയെ കിട്ടിയോ എന്ന് ചോദിക്കും. യുവതി പറയും, കിട്ടിയിട്ടില്ല സാർ എന്ന് പറയും. നായകൻ അവിടെയെല്ലാം പരിശോധിച്ചിട്ട് പറയും, ഇവിടെ ഒരു പട്ടി കിടന്നതിന്റെ രോമമോ നിങ്ങളുടെ സോഫയിൽ ചെറിയ കീറലോ പട്ടിക്ക് വെക്കുന്ന ഭക്ഷണപാത്രമോ തുടലോ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പട്ടിയെ വളർത്തുന്നില്ല എന്നാണ് അതിനർത്ഥം. സോ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് ഒരു പോലീസുകാരൻ വിളിക്കും, സാർ ഒന്നിങ്ങോട്ട് വരണേ. അങ്ങനെ അവർ അകത്തുനിന്ന് നോക്കുമ്പോഴാണ് വീണ്ടും ഒരു ട്വിസ്റ്റ്. ഈ പെൺകൊച്ചുണ്ടായിരിക്കുന്നത് ഇരട്ട കുട്ടികളായിട്ടാണ്.
ആയിട്ടാണ്. ഇവളെ പോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയും ആ വീട്ടിലുണ്ട്. അവരുടെ ഫോട്ടോയെല്ലാം ഫ്രെയിം ചെയ്ത് ആ ഭിത്തികളിൽ തൂക്കിയിട്ടുണ്ട്. കൂടാതെ അവർ പഠിച്ച ഒരു സ്കൂളിന്റെ ഗ്രൂപ്പ് ഫോട്ടോയും കാണാം. അതിൽ ട്വിൻ ബേഡ്സ് എന്ന് എഴുതിയിട്ടുമുണ്ട്. വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ 11 ഇരട്ട കുട്ടികളുള്ള ഒരു ക്ലാസ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത നമ്മുടെ കണ്ണാടിക്കാരൻ വാതിലും തുറന്ന് അകത്ത് വരുമ്പോൾ അകത്ത് ഹീറോ ഇരിക്കുകയാണ്. അവന്റെ മുന്നിലുള്ള സൂട്ട് കേസ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ ആ സൂട്ട് കേസ് തുറന്ന് അതിനുള്ളിൽ നിന്നും ആ ഫോട്ടോ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇയാളും ഇരട്ട സഹോദരന്മാരിൽ ഒരാളാണ്. മാത്രമല്ല ആ പെൺകുട്ടിയുടെ വീട്ടിൽ കണ്ട പോലെ തന്നെ ട്വിൻ ബേഡ് സ്കൂളിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ഇയാളുടെ കയ്യിലുണ്ട്. ഇവര് രണ്ടും ഇരട്ടകളാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? അയാൾ ആദ്യം കണ്ണാടിയുടെ വീട്ടിൽ വന്ന് പരിശോധന നടത്തുമ്പോൾ അയാളുടെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ കാണാനിടയാകും. അതിന്റെ പുറകിലെ ബാനറിൽ ട്വിൻ ബേഡ്സ് എന്നെഴുതിയിട്ടുണ്ട്. രണ്ടാമതായി ഇവർ ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുമുണ്ട് ട്വിൻ ബേഡ്സ് എന്ന്. അങ്ങനെയാണെങ്കിൽ ട്വിൻ ബേഡ്സിൽ തന്നെയാണ് ഇയാളും പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഹീറോ വന്ന് ഇയാളുടെ വീണ്ടും പുനഃപരിശോധന ചെയ്യുമ്പോഴാണ് ഒരു സൂട്ട് കേസിൽ ഇരട്ട സഹോദരന്റെ ഫോട്ടോയെല്ലാം എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം അവൻ കാണുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരെയും സംശയം തോന്നിയ ഹീറോ ചോദ്യം ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവൻ പറയും, മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പറയുവാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ചോദ്യം ചെയ്യൽ ഇങ്ങനെ ആയിരിക്കില്ല, രീതികളൊക്കെ ഒന്ന് മാറും. അവൻ പറയും, സാർ ഞാൻ എല്ലാം പറയാം. എന്റെ പേര് സുധാകർ എന്നല്ല, എന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. എന്റെ അനിയനാണ് സുധാകർ. ഒരു ദിവസം രാത്രി അവൻ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വളരെ താമസിച്ചേ വരത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ കിടന്നോ, എന്നെ പ്രതീക്ഷിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞു. അവൻ മിക്ക ദിവസവും വളരെ വൈകി തന്നെയാണ് വീട്ടിലെത്താറുള്ളത്. അതുകൊണ്ട് ഞങ്ങളും അത് വലിയ കാര്യമായി എടുത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ആ സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ അവളും പറയും അവളുടെ അനിയത്തിയുടെ പേരാണ് മീര. അവളെ മിസ്സായ അന്ന് രാത്രി അവൾക്കും ഒരു കോള് വന്നിരുന്നു. ഓഫീസിൽ നിന്ന് വൈകിയാണ് ഇറങ്ങുന്നത്, അതുകൊണ്ട് സമയം പോകുവാണെങ്കിൽ ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് നാളെ വരത്തുള്ളൂ എന്നായിരുന്നു ആ കോളിൽ ഉണ്ടായിരുന്നത്. മഴയായതുകൊണ്ട് ഇവളും അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ പിറ്റേ ദിവസമായിട്ടും ഇവർ രണ്ടുപേരെയും കാണാത്തതുകൊണ്ട് ഇവരാകെ ടെൻഷനാകുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെത്തുന്നതിന് പകരം അവരെ തേടിയെത്തുന്നത് കൊലയാളിയുടെ ഫോൺ കോൾ ആയിരുന്നു. ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിന്റെ അനിയത്തിയെ ഞാൻ കൊന്നുകളയും, അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തണം എന്നാണ് അവളുടെ അടുത്ത് കില്ലർ പറയുന്നത്. അതുപോലെ ഇവന്റെ അടുത്തും പറയും, നിന്റെ അനിയനെ ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണമെന്നും പറയും. ഇത് ഭയന്നാണ് അവൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് കില്ലർ അവളെ വിളിച്ചിട്ട് പറയും, നീ ഇപ്പൊ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്? പോലീസിനോട് പറയാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ അനിയത്തിനെ ഞാൻ കൊന്നുകളയും എന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തും. അങ്ങനെ അവൾ ആകെ കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് പോലീസുകാരൻ വന്നിട്ട് എന്താ നീ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പട്ടിക്കുട്ടിയെ കാണാതെ പോയതിനാൽ പരാതി കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് തടി വരുന്നത്. അങ്ങനെ ആ സൈക്കോ വീണ്ടും ഇവരെ കോൾ ചെയ്തിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ബിൽഡിംഗിലേക്ക് വരാൻ പറയും. അവരെ അവിടെ കൊണ്ടുവന്നിട്ട് ആ മെഷീൻ വെച്ച് തന്നെ ഇവരെയും ഷോക്ക് കൊടുത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പണി തീരാത്ത ഒരു പഴയ ബിൽഡിംഗ്. വീണ്ടും കില്ലറുടെ കോള് വരും. അവരെടുത്ത് സംസാരിക്കുമ്പോൾ അവന്റെ അനിയനെ ഒരു ടാങ്കിൽ മുക്കി കൊല്ലാൻ നോക്കുകയാണ് കില്ലർ. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ അനിയനെ നിനക്ക് ജീവനോടെ കിട്ടില്ല എന്ന് അവനെ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിന്റെ അടുത്തായിട്ടൊരു ടെന്റ് കാണാം, അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറയും. അങ്ങനെ ഇയാൾ ആ ടെന്റിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരാളെ ചാക്ക് കൊണ്ട് മുഖമൊക്കെ മറച്ച് ഒരാളെ ബന്ദിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തൊരു തോക്കിരിക്കുന്നതും കാണാം. സൈക്കോ കില്ലർ ആ തോക്കെടുത്ത് അയാളെ കൊല്ലാൻ പറയും. അവൻ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് ആരാണ് എന്ന് ചോദിക്കും. ഇതേപോലെ തന്നെ ഈ സ്ത്രീയെയും ആ ടെന്റിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇതുപോലെ തന്നെ മറ്റൊരാളെ ചാക്ക് കൊണ്ട് മൂടി ഒരു ചെയറിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അവളോടും പറയും അവിടെ ഇരിക്കുന്ന തോക്കെടുത്ത് അയാളെ കൊല്ലാൻ പറയും. അവള് ചോദിക്കും, ഇത് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല, ഞാൻ എന്തിനാണ് ഇയാളെ കൊല്ലുന്നത്, ഞങ്ങളെ ഒന്ന് വെറുതെ വിടുവോ എന്നിങ്ങനെ ചോദിച്ച് അവൾ കെഞ്ചുന്നുണ്ടെങ്കിലും കില്ലർ അവളുടെ വാക്കിനോ അവളുടെ നിലവിളിക്കോ ഒന്നും വഴങ്ങുന്ന മട്ടില്ല. അയാൾ വീണ്ടും അവളെ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് പറയും, നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ അനീതി നിനക്ക് ജീവനോടെ കിട്ടത്തില്ല. അങ്ങനെ അയാൾ കൗണ്ട് ഡൗൺ ചെയ്ത് 5, 4, 3 എന്നിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അതിശക്തമായി അവരെ വെള്ളത്തിലേക്ക് മുക്കുകയും ചെയ്യുന്നു. ഗത്യന്തരമില്ലാതെ ഇവർ രണ്ടുപേരും ആ മുഖം മൂടി വെച്ച് ആ ചെയറിൽ ബന്ദിയാക്കിയിരിക്കുന്ന ആളെ ഷൂട്ട് ചെയ്യും. അതിനുശേഷം കില്ലർ ഷോക്ക് കൊടുക്കുന്ന ഉപകരണം ഉപയോഗിച്ച് ഷോക്ക് കൊടുത്ത് അവരെ ബോധം കെടുത്തി അവരെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് ആ സ്ഥലത്ത് തന്നെ തിരിച്ചു വിട്ടിട്ട് പോകും. അതിനുശേഷം അവർ വീട്ടിൽ വന്ന് അവരുടെ അനിയനെയും അനിയത്തിയെയും കാത്തിരിക്കുമ്പോഴാണ് വീണ്ടും കില്ലറുടെ കോള് വരുന്നത്. അവർ ചെയ്ത ആ ക്രൈം ലൈവ് വീഡിയോ റെക്കോർഡിംഗിലായിരുന്നു. കില്ലർ പറയും, നിങ്ങൾ ഇത് പോലീസ് പറയാൻ വേണ്ടി പോയാൽ നിങ്ങൾ തന്നെയാകും കുടുങ്ങുന്നത്, അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അതിലെ ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വെടിവെച്ച് കൊലപ്പെടുത്തിയത് അവരുടെ അനിയനെയും അനിയത്തിയെയും തന്നെയാണ്. അവള് പറയും, എന്റെ ജീവന്റെ പകുതിയാണവൾ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കൂടി വയ്യ, ഓരോ ദിവസവും നീറിയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവള് കരയുകയാണ്. മറ്റേ കണ്ണാടിക്കാരൻ പയ്യനാണെങ്കിലും പറയും, സാർ എന്റെ എല്ലാമായിരുന്നു അവൻ, അവനില്ലാത്ത ഈ ലോകത്ത് ഞാൻ മാത്രം ഒറ്റയ്ക്ക് എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചതാ. പക്ഷേ രോഗശൈലിയിൽ കിടക്കുന്ന എന്റെ അച്ഛനെ ഓർത്ത് മാത്രമാണ് ഞാൻ അതിൽ നിന്നും പിന്മാറിയത്. ഇവർ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ളത് ട്വിൻ ബേഡ് സ്കൂളാണ്. അതുകൊണ്ട് ഹീറോ ആ സ്കൂളിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അവരോട് ചോദിക്കുമ്പോഴാണ് അവർ രണ്ടും ഒരേ സ്കൂളിൽ പഠിച്ചതാണെന്നുള്ള കാര്യം അവർക്ക് തമ്മിൽ മനസ്സിലാക്കുന്നത്.
മനസ്സിലാകുന്നത്. കൊലപാതകത്തിന് പിന്നിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല സാർ, ഞങ്ങൾക്ക് ആരെയും സംശയമില്ല, ഞങ്ങൾ അങ്ങനെ വലിയ പ്രശ്നത്തിനോ വഴക്കിനോ ഒന്നും പോകുന്ന ആളുകളല്ല എന്നവർ പറയുമെങ്കിലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് നിർബന്ധിക്കുമ്പോൾ അവർ കുറച്ചു നേരം ആലോചിച്ചിട്ട് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരേ സമയത്ത് പറയും ബെഞ്ചമിൻ. ബെഞ്ചമിൻ എന്ന പേരാണ് അവരുടെ രണ്ടുപേരുടെയും നാവിൽ ഒരുമിച്ച് വന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഹീറോ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് അവളുടെ ഫോണില് അപ്രതീക്ഷിതമായിട്ട് ഒരു സെൽഫി കാണുന്നത്. അത് ആ രണ്ട് ഇരട്ടക്കുട്ടികളും ആ കൂടെ നേരത്തെ നമ്മൾ കണ്ട നായകന്റെ പുറകെ നടക്കുന്ന ആ പെങ്കുച്ചും നിന്ന് എടുത്ത ഒരു ഫോട്ടോയാണ്. അത് ആരാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവൾ പറയും ഇവളും ഞങ്ങളുടെ കൂടെ ടിൻസ് ബേഡ്സിൽ ഉണ്ടായിരുന്നതാണ്. ഇവളുടെ പേര് സഞ്ജന എന്നാണ്. ഇവൾക്കൊരു അനീതി കൂടിയുണ്ട്, അവളുടെ പേര് അഞ്ജന എന്നാണ്. അവളുടെ അഡ്രസ്സോ ഡീറ്റെയിൽസോ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല, അപ്രതീക്ഷിതമായിട്ട് മാളിൽ വെച്ച് കണ്ടപ്പോഴാണ് ഈ ഫോട്ടോ എടുത്തത്. അവളുടെ അഡ്രസ്സ് ഞാൻ തരാമെന്ന് പറഞ്ഞ് അവൻ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അവന് കൊടുത്ത ഫോൺ നമ്പറിൽ അവൻ വിളിച്ചു നോക്കുമ്പോൾ കോൾ സ്വിച്ച് ഓഫ് ആയിട്ടാണ് വരുന്നത്. ഹീറോ അവരോട് പറയും ഈ കേസ് കഴിയുന്നവരെ നിങ്ങൾ ഈ സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ പുറത്തു പോകുകയാണെങ്കിൽ അത് എന്നെ അറിയിച്ചിട്ട് മാത്രമായിരിക്കണം. അങ്ങനെ അവരെ പറഞ്ഞു വിടുമ്പോ SIക്ക് ഒരു സംശയം, നിന്റെ അനിയനെയാണ് കില്ലർ കൊന്നതെങ്കിൽ പിന്നെ നിന്റെ കാലിൽ എങ്ങനെയാണ് ആ പ്ലേറ്റ് ഇട്ട് തഴമ്പു വന്നത്? ഇത് ചോദിച്ചു കഴിയുമ്പോൾ അവൻ പറയും ഞാനും എന്റെ അനിയനും ഒരേപോലെ തന്നെയാണ് വളർന്നത്. അപ്പോ അവൻ മാത്രം ആക്സിഡന്റ് ആയി അവന്റെ കാലിൽ പ്ലേറ്റ് വന്നതുകൊണ്ട് എനിക്കത് വളരെ വിഷമമായി. അതുകൊണ്ട് ഒരു കത്തി വെച്ച് കീറി അതുപോലൊരു പാട് ഞാൻ എന്റെ കാലിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറയും. അതിനുശേഷം അവരെ പോകാൻ അനുവദിക്കും. ഇപ്പോൾ നമ്മുടെ ഹീറോ പറയും നമുക്കിനി എന്തെങ്കിലും ക്ലൂ കിട്ടാനുണ്ടെങ്കിൽ അത് ടിൻ ബേഡ്സ് സ്കൂളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് ഇനി നമുക്ക് അവിടം തൊട്ട് വേണം അന്വേഷണം നടത്താൻ. അങ്ങനെ ഇവര് ടിൻ ബേഡ്സ് സ്കൂളിന്റെ ഉടമയായിരുന്ന ഒരു മാഡത്തെ പോയി കാണുകയാണ്. അവരോട് പറയും ഞങ്ങളൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് ഇവിടെ വരെ എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രൈമിൽ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ ടിൻ ബേഡ്സിൽ പഠിച്ചവരാണ്. ഇത് പറഞ്ഞു തീരുമ്പോഴത്തേക്കും മാഡവും പറയും ബെഞ്ചമിൻ. മാഡവും മാഡത്തിന്റെ ഭർത്താവും കൂടി ഒരു സ്കൂൾ തുടങ്ങും. തുടക്കത്തിലെ അതിന്റെ പേര് വേറെയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് കുറെ ഇരട്ടക്കുട്ടികൾ ആ സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ അസാധാരണമായി കുറെ ഇരട്ടക്കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് ഇരട്ടക്കുട്ടികളുടെ പേരിൽ ആ സ്കൂൾ ഫേമസ് ആകും. പോരാത്തതിന് പത്രങ്ങളിലും ടിവികളിലുമെല്ലാം അതൊരു വലിയ വാർത്തയായി വരും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാഡത്തിന്റെ ഭർത്താവിന് ഒരു ഐഡിയ കൂടി തോന്നുന്നത്. അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അയാൾ പുതിയൊരു തീരുമാനമെടുക്കും. ഇനി മുതൽ ഈ സ്കൂളിൽ ഇരട്ടക്കുട്ടികളെയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തികച്ചും ഫ്രീ ആയിരിക്കും. അവർക്ക് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം ഒരു പരസ്യമാക്കി ഈ സ്കൂൾ ഉപയോഗിക്കും. അതിനെ തുടർന്ന് ഒരുപാട് ഇരട്ടക്കുട്ടികൾ ആ സ്കൂളിലേക്ക് വരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ചെസ് ടൂർണമെന്റിന്റെ മത്സരത്തിനിടയ്ക്കാണ് ബെഞ്ചമിനെ ആദ്യമായിട്ട് ഇവര് കാണുന്നത്. ബെഞ്ചമിൻ ചെസ് മത്സരത്തിൽ വിജയിക്കുകയും മാത്രമല്ല ആ കുട്ടിക്ക് ഒരു അസാധാരണമായ കഴിവുണ്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചെസ് കളിക്കാരനായ ഈ കുട്ടിയെ കൂടി അവരുടെ സ്കൂളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇവരുടെ സ്കൂള് വീണ്ടും ഫേമസ് ആകും. ഇതിനു വേണ്ടി ബെഞ്ചമിനെ കൂടി ആ സ്കൂളിൽ ഉൾപ്പെടുത്താൻ ഇവർ തീരുമാനിക്കും. അങ്ങനെ ബെഞ്ചമിന്റെ വീട് തേടി ഇവർ ചെല്ലുമ്പോഴാണ് ആ കാഴ്ച ഇവരെ ഞെട്ടിക്കുന്നത്. ഈ കുട്ടി ഒരു പ്ലാറ്റ്ഫോമിലാണ് താമസിക്കുന്നത്. അതായത് വഴിയരികിൽ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടാണ് ആ കുട്ടി താമസിക്കുന്നത്. മാത്രമല്ല ബെഞ്ചമിൻ ഇരട്ടക്കുട്ടികളിൽ ഒരാളാണ്. മറ്റൊരാൾ കൂടിയുണ്ട്, ഫ്രാൻസിസ്. അവനാളൊരു സൈലന്റ് പാർട്ടിയാണ്. പഠിക്കാൻ മിടുക്കനാണെങ്കിലും അവന് ചെറിയ പേടികളും കാര്യങ്ങളും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഇത് മനസ്സിലാക്കിയ മാഡം പറയും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എത്ര നിർബന്ധിച്ചിട്ടും ബെഞ്ചമിൻ അതിന് സമ്മതിക്കില്ല. അപ്പോൾ വീണ്ടും മാഡം പറയും ഫ്രാൻസിസിന് ഒരു നല്ല ഭാവിയുണ്ട്, നീ ആയിട്ട് അത് തകർക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ ഫ്രാൻസിസിനും അതൊരു പുതിയ അനുഭവമായിരിക്കും. മാത്രമല്ല അവന് നല്ലൊരു ഭാവിയും അതിലൂടെ ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെ വീണ്ടും നിർബന്ധിക്കുമ്പോൾ അവസാനം ബെഞ്ചമിൻ അതിന് സമ്മതിച്ച് അവരുടെ കൂടെ പോവുകയാണ്. അങ്ങനെ ആ കുട്ടികൾക്ക് ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഹോസ്റ്റലിൽ അവരെ പാർപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തു കൊടുക്കുകയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബെഞ്ചമിൻ ചെസ് കളിയിൽ ഒരു കില്ലാടിയായിട്ട് മാറും. ഫ്രാൻസിസിന് മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും അവൻ പഠിത്തത്തിൽ ഒരു പുലിയാണ്. മാത്രമല്ല സ്കൂളിലും ക്ലാസ്സിലും അവൻ 1ാം റാങ്കുകാരനായിട്ട് മാറി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സാറിനും ടീച്ചറിനും വളരെയധികം സന്തോഷമുണ്ടെങ്കിലും മറ്റു കുട്ടികൾക്ക് അവരോട് അസൂയയാണ് തോന്നിയത്. പോരാത്തതിന് അവിടെ ഒരു PTA മീറ്റിംഗ് വെച്ച് കഴിയുമ്പോൾ ബാക്കി എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ വന്ന് PTAക്ക് സംബന്ധിക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഒരു മീശയൊക്കെ വരച്ച് ബെഞ്ചമിനും ഫ്രാൻസിസും അവിടെ വന്നിരുന്നിട്ട് അവരുടെ അച്ഛനും അമ്മയും അവര് തന്നെയാണെന്നുള്ള രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത്. ബെഞ്ചമിൻ പഠിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് പറയും അവൻ വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ്, ചെസ് കളിയിലും അവനെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ള കാര്യം പറയും. അത് കഴിഞ്ഞ് ബെഞ്ചമിൻ ഫ്രാൻസിസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസും വളരെ അടിപൊളിയാണ്, അവൻ പഠിത്തത്തിൽ വളരെ മിടുക്കനാണ്, ക്ലാസ്സിലും സ്കൂളിലുമെല്ലാം അവനാണ് ഫസ്റ്റ് റാങ്ക് എന്നുള്ള കാര്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. ഇത് കാണുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ ഉപദേശിക്കും, നിങ്ങൾ അവരെ കണ്ടു പഠിക്കുക,
സ്ഥിതിക്ക് നിങ്ങൾ മാത്രം എന്താ പഠിക്കുകയില്ല, കളികളിലും പങ്കെടുക്കത്തില്ല, നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിയും വിവരവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ആകെ ശകാരിക്കാൻ തുടങ്ങും. ഇതെല്ലാം കൊണ്ട് ബാക്കിയുള്ള കുട്ടികൾ ഇവരുടെ മേലിൽ കളിപ്പായി. ഫ്രാൻസിസ് ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ അവനെ കളിയാക്കാനും വട്ടൻ വട്ടൻ എന്നൊക്കെ വിളിച്ച് അവന്റെ പുറകെ ചെല്ലാനും തുടങ്ങും. അവനിരുന്ന് കരയുന്ന കാണുമ്പോൾ ബെഞ്ചമിൻ ചെന്നിട്ട് ചോദിക്കും എന്താ പറ്റിയെന്ന്. അവൻ നടന്ന കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവൻ കുട്ടികളോട് ചോദിക്കും, ആരാടാ എന്റെ അനിയനെ വട്ടൻ എന്ന് വിളിച്ച് കളിയാക്കിയെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾ പറയും, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നവൻ വട്ടനല്ലാതെ പിന്നെ ആരാ. ഇതും കൂടെ കേട്ട് കഴിയുമ്പോൾ ബെഞ്ചമിൻ ആകെ ദേഷ്യം വരും. അവൻ ആ കുട്ടികളെ എല്ലാം പിടിച്ചു തല്ലും. ഇതറിയുന്ന പ്രിൻസിപ്പള് കുട്ടികളെ ബാൻ ചെയ്യും. ഇനി അവനെ ഒരിക്കലും വട്ടനെന്ന് വിളിച്ച് കളിയാക്കരുതെന്ന് പറയും. അതുപോലെ തന്നെ ബെഞ്ചമിനോട് പറയും, നിനക്ക് ദേഷ്യം കുറച്ച് കൂടുതലാ, അതുകൊണ്ട് നീ അത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ് അവനും പണിഷ്മെന്റ് കൊടുത്ത് ക്ലാസ്സിന് പുറത്ത് മുട്ടയെ നിർത്തും. ഫ്രാൻസിസിന് ഇത് കാണുമ്പോൾ താൻ കാരണമാണല്ലോ ബെഞ്ചമിൻ വിഷമിക്കുന്നത് എന്നോർത്ത് സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും അവിടെ ഒരു ടൂർണമെന്റ് നടക്കുകയാണ്. ആ ചെസ് കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ബെഞ്ചമിന് പ്രാക്ടീസ് കൊടുക്കാൻ മാഡം എന്നും ബെഞ്ചമിനുമായിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ന് കളിച്ചാലും ബെഞ്ചമിൻ തോറ്റോണ്ടിരിക്കുകയാണ്. ഒരു കളി പോലും ജയിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ടീച്ചറിന് ദേഷ്യം വരും. അവര് പറയും, നീ ഇങ്ങനെയാണെങ്കിൽ ചെസ് കോമ്പറ്റീഷന് പങ്കെടുക്കണ്ട, ഇവിടെ വരെ എത്തിയിട്ട് അവസാനം ഫൈനലിൽ നീ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലിനോട് സംസാരിച്ച് നിന്നെ അതിൽ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോ ബെഞ്ചമിൻ പറയും, എനിക്കൊരു അവസരം കൂടി തരണം പ്ലീസ്, ഒരു അവസരം കൂടി തരണം എന്ന് പറയും. അങ്ങനെ മാഡം ഒന്നും കൂടി കളിക്കുകയാണ് അവന്റെ കൂടെ. അങ്ങനെ കളിച്ചു കഴിയുമ്പോൾ ആ കളിയില് അവൻ ജയിക്കുകയാണ്. മാഡം ചോദിക്കും, നീ ഇത്ര നന്നായിട്ട് ഇപ്പൊ കളിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മുമ്പ് കളിയിലെല്ലാം നീ തോറ്റത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അമ്മേനെ ആരെങ്കിലും തോൽപ്പിക്കുവോ? ടീച്ചറിനെ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ കാണുന്ന പോലെയാണ് തോന്നുന്നത്, ഞാൻ ഒരു തവണയെങ്കിലും അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കും. അവര് പറയും, നീ എന്നെ എപ്പോ വേണമെങ്കിലും അമ്മയെന്ന് വിളിച്ചോ എന്ന് പറയും. അവർക്കും അധികം സന്തോഷമാകും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെയുള്ള കറണ്ട് പോകും. ഇവൻ അവിടുന്ന് ഒന്നും പറയാതെ ഇറങ്ങി ഓടുകയാണ്. ഈ സമയത്ത് ഫ്രാൻസിസ് ആകെ പേടിച്ചിരിക്കുകയാണ്. അവൻ ഓടി വന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് പറയും, എടാ നീ പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ എത്തി എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും. അവന് നൈക്ടോഫോബിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അതായത് ഇരുട്ട് കണ്ടാൽ ഭയമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് അവന് ശ്വാസം മുട്ടലും പേടിയും ശരീരമാകെ വിയർക്കുന്നത് പോലെയും പാനിക് അറ്റാക്ക് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ അസുഖമുള്ളവർക്ക്. അവൻ ഈ അസുഖമുള്ളത് കൊണ്ടാണ് ചില സമയങ്ങളിൽ വളരെ അബ്നോർമൽ ആയിട്ട് ഇവൻ ബിഹേവ് ചെയ്യുന്നത്. ഈ കാര്യം മാഡത്തിനും സാറിനും മനസ്സിലാകും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചെസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ബെഞ്ചമിൻ അവിടുന്ന് പോവുകയാണ്. അവൻ അവിടുന്ന് പോകുന്നത് കൊണ്ട് ഫ്രാൻസിസ് ഒറ്റയ്ക്കായതുകൊണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് അവനെ ആക്രമിക്കാനും കളിയാക്കാനും ഏറ്റവും പറ്റിയ സമയം തന്നെയാണ്. അതവര് പരമാവധി മുതലെടുക്കുന്നുമുണ്ട്. അവരെല്ലാം അവരെ പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്. കുറെ ദിവസങ്ങൾക്ക് ശേഷം ബെഞ്ചമിൻ തിരിച്ചു വരുമ്പോഴും അവൻ ഈ കാര്യങ്ങളൊന്നും ബെഞ്ചമിന്റെ അടുത്ത് പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയി വീണ്ടും കുട്ടികളുടെ അടുത്ത് വഴക്കുണ്ടാകും. അങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് വീണ്ടും പണിഷ്മെന്റ് കിട്ടും. അങ്ങനെ താൻ കാരണം ബെഞ്ചമിൻ കഷ്ടപ്പെടുന്നത് ഫ്രാൻസിസിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ ബെഞ്ചമിന്റെ അടുത്ത് ഒരു കാര്യവും പറയുകയില്ല. അങ്ങനെ ഒരു ദിവസം ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി കുറെ കുട്ടികൾ കെമിസ്ട്രി ലാബിലും കുറച്ചു കുട്ടികൾ ഫിസിക്സ് ലാബിലേക്കും പോവുകയാണ്. ഈ സമയത്ത് ഫ്രാൻസിസിന് നൈറ്റോഫോബിയുള്ള കാര്യം ടീച്ചർമാര് തമ്മിൽ പറയുന്നത് ഒരു കുരുത്തം കെട്ടവൻ കേൾക്കും. ഇത് അവൻ ചെന്ന് മറ്റു കുട്ടികളോട് പറയും. അങ്ങനെയാണെങ്കിൽ അവനെ കളിയാക്കിക്കൊണ്ടല്ലേ ബെഞ്ചമിൻ നമ്മളെ ഇടിച്ചത്, അതിനെല്ലാം പ്രതികാരം ചെയ്യാൻ പറ്റിയ സമയമാണ്, അവൻ ഇരുട്ട് ഭയമാണ്, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പണി വെപ്പിക്കാന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും ലാബില് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് ഉള്ള ലാബിലെ ലൈറ്റ് അവർ ഓഫ് ചെയ്യും. ഈ സമയത്ത് ഫ്രാൻസിസിന് ഇത് പേടിയായതുകൊണ്ട് അവൻ ഉറക്കെ കരയുകയും ഒച്ച വെക്കാനും തുടങ്ങുകയാണ്. ഇതെല്ലാം കേട്ട് പിള്ളേര് ചിരിക്കുകയും തട്ടാസിക്കുകയും ചെയ്യുകയാണ്. ഈ ഒച്ച വളരെ കൂടിക്കൂടി വന്നു കഴിയുമ്പോൾ ഇത് ബെഞ്ചമിൻ കേട്ട് ഓടി വരുന്നുണ്ടെങ്കിലും വാതിലകത്തുനിന്ന് കുറ്റിയിട്ടേക്കുന്നത് കൊണ്ട് അവൻ അകത്തേക്ക് കയറാൻ കഴിയില്ല. അവൻ പറയും, എടാ പ്ലീസ് തുറക്ക്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാം, ഞാൻ ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല, അവനെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് കരയുമെങ്കിലും ആ കുട്ടികൾ ആരും ആ വാതിൽ തുറന്നു കൊടുക്കുകയില്ല. അങ്ങനെ ആ ഭയത്തില് ഫ്രാൻസിസ് അവിടെ കിടന്ന് മരിക്കുകയാണ്. ഫ്രാൻസിസിന്റെ മരണശേഷം അവൻ ആകെ ഡെസ്പാകും. മറ്റുള്ള കുട്ടികളോട് അവൻ പകരം ചോദിക്കാനൊന്നും അന്നേരം പോകത്തില്ല. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫ്രാൻസിസ് ഇല്ലാത്തൊരു ജീവിതത്തെപ്പറ്റി, ഒരു ലോകത്തെപ്പറ്റി അവൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. അതിനുശേഷം അവനെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് മാഡം പറയും, നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, കാരണം നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്രാൻസിസിനെ കുറിച്ചുള്ള ഓർമ്മകൾ കാരണം നിനക്ക് പഠിക്കുവാനോ നിന്റെ ചെസ് കളി തുടരുവാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് നീ ഒരു ആശ്രമത്തിലേക്ക് പോയി ഇനിയുള്ള കാലം നീ അവിടെ പഠിച്ചാൽ മതി, നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്ന് അവർ പറയുമ്പോഴും ഇവൻ അതൊന്നും ഇഷ്ടമാകാതെ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മരണം നടക്കുന്ന സമയത്ത് ഇവർ ഓടിച്ചെന്ന് ഭർത്താവിന്റെ അടുത്ത് പറയുന്നുണ്ട് എത്രയും വേഗം പോലീസിനെ അറിയിക്കണം എന്നുള്ള കാര്യം. അയാൾ പറയും, ഇതൊരു പോലീസ് കേസാക്കി കഴിഞ്ഞാൽ ന്യൂസിലും ചാനലിലും എല്ലാം വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. എനിക്ക് ആ പിച്ചക്കാര പിള്ളേരോട് വലിയ സ്നേഹമൊന്നുമില്ല, എനിക്ക് അവൻ നന്നായിട്ട് ചെസ് കളിക്കുന്നതുകൊണ്ട് അവന്റെ കഴിവ് എനിക്ക് ആവശ്യമായിരുന്നു, അതുകൊണ്ട് അവനെ നമ്മുടെ സ്കൂളിലേക്ക് എടുത്തു, അവന്റെ കഴിവ് ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി വളർത്തി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് അവർക്ക് ചെയ്യാനുമില്ല. നമ്മൾ അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്തു, നടുറോട്ടിൽ പിച്ച എടുത്തുകൊണ്ടിരുന്ന പിള്ളേർക്ക് ഇത്രയും സഹായം
സഹായമൊക്കെ ചെയ്തു കൊടുത്തില്ലേ, അതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് അയാള് മാഡത്തിന്റെ അടുത്ത് പറയുന്നത് ബെഞ്ചമിൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ അതൊന്നും ഇഷ്ടപ്പെടാതിരുന്നത്. അതിനുശേഷം മനസ്സില്ലാ മനസ്സോടെ അവൻ ആ സ്കൂൾ വിട്ട് മറ്റൊരു കോൺവെന്റിന്റെ സ്കൂളിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് അവൻ എവിടെയാണെന്നോ എന്താണെന്നുള്ള വിവരം തനിക്കറിയില്ല എന്ന് ഹീറോയോട് പറയും. അപ്പോൾ മാഡത്തിന്റെ ഭർത്താവോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, ഞങ്ങൾ ബെഞ്ചമിനോടും ഫ്രാൻസിസിനോടും ചെയ്ത ദ്രോഹം കൊണ്ടാണോ എന്നറിയത്തില്ല, കുറച്ചു നാളുകൾക്ക് ശേഷം ആ സ്കൂളിൽ ഒരു തീപിടുത്തമുണ്ടാകും, അങ്ങനെ ആ സ്കൂൾ കത്തി നശിക്കും. സ്കൂളില്ലാതായ വിഷമത്തിൽ എന്റെ ഭർത്താവ് മദ്യപാനം ആരംഭിക്കും. അങ്ങനെ മദ്യപിച്ച് ഒരു ദിവസം അയാൾ ഞങ്ങളെ വിട്ടുപോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോ ആ ലിസ്റ്റൊക്കെ വാങ്ങിച്ച് വെളിയിൽ വന്ന് അതെല്ലാം പരിശോധിച്ച് കഴിയുമ്പോഴാണ് അയാൾക്ക് ആ കാര്യം മനസ്സിലാകുന്നത്. ഫ്രാൻസിസിനെ അവന്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് കൊല്ലുന്നത് അവന്റെ ബർത്ത്ഡേയുടെ അതേ ദിവസമാണ്. അതുകൊണ്ട് ബെഞ്ചമിൻ അന്ന് ആ ലാബിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേയുടെ അന്നാണ് അവരെയും കൊല്ലുന്നത്. ഹീറോ എസ്ഐയോട് പറയും, ഇതുവരെ നമുക്ക് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണോ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം താങ്കൾ കൺഫേം ചെയ്യുക. അതേ സമയത്ത് തന്നെ ഞാൻ അഞ്ജന സഞ്ജന എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട്, അതുകൂടാതെ വീരൻ ധീരൻ എന്ന് പറഞ്ഞ രണ്ടുപേരെയും കൂടെ പിടികിട്ടാനുണ്ട്. അവർ രണ്ടുപേരുടെയും സ്റ്റാറ്റസ് എന്താണെന്നും അവർ സുരക്ഷിതമായിട്ടാണോ ഇരിക്കുന്നത് എന്നും അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പിരികയാണ്. അതിനുശേഷം നായകൻ അഞ്ജന സഞ്ജനയുടെ വീട്ടിലേക്ക് വരികയാണ്. അവൻ ഓടി വരുന്നത് കണ്ട് നായിക ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. നീ ഒരിക്കലും എന്നെ തേടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണുമ്പിള്ള. അവൻ പറയും, അതൊക്കെ ശരി, ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് അവരെ എല്ലാം വിളിച്ചിരുത്തി നടന്ന കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതിനുശേഷം സഞ്ജനയെയും അഞ്ജനയെയും കൂട്ടി മനോഹറിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് മനോഹറിനോട് പറയും, ഇവരിവിടെ ഇരിക്കുന്നത് തന്നെയാണ് സേഫ്, മറ്റു രണ്ടാളുകളെയും കൂടെ കണ്ടുപിടിക്കാനുണ്ട്, അവരെയും കൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് സേഫ് ആകണമെന്ന് പറയും. അതിരിക്കട്ടെ മനോഹർ, ഞാൻ നിന്നെ ഒരു പണി ഏൽപ്പിച്ചിരുന്നല്ലോ, അതിനെപ്പറ്റി എന്തായി അന്വേഷണം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, സാർ, ഞാൻ അന്വേഷിച്ചിടത്തോളം ആ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികൾ തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ സൈക്കോ നേരിട്ട് അവരെ കൊല്ലാതെ അവരുടെ ടിൻ ബ്രദറിനെ കൊണ്ടും സിസ്റ്ററിനെ കൊണ്ടും അവരുടെ സിസ്റ്ററിനെയും ബ്രദറിനെയും കൊല്ലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാം വീഡിയോ റെക്കോർഡിംഗ് അയാളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇവരാരും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലോ മറ്റോ പോകാത്തത്. അത് മാത്രമല്ല, ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോലും അവരിതുവരെ പോയിട്ടില്ല. ഹീറോ മനോഹറിനോട് പറയും, നിങ്ങൾ എന്തായാലും സഞ്ജനയെയും അഞ്ജനയെയും നോക്കിക്കോ, ഇനി നമുക്ക് വീരൻ ധീരൻ എന്ന് പറഞ്ഞ രണ്ടുപേരെയും കൂടെ കണ്ടുകിട്ടാനുണ്ട്, ഞാൻ അവരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയും. അതിനുശേഷം രാത്രിയും പകലും ഒക്കെ ആയിട്ട് അരവിന്ദ് ഓരോ വീടുകൾ കയറി ഇറങ്ങി അവരെ പറ്റി അന്വേഷിക്കുകയാണ്. അങ്ങനെ അവിടെ അവർ ആദ്യം താമസിച്ചിരുന്ന വീട് കണ്ടെത്തും. പക്ഷെ അവരവിടെ ഇല്ല. അവിടെ പലചരക്ക് കട നടത്തുന്ന ഒരു പ്രായം ചെന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പം അങ്ങനെ രണ്ട് കുട്ടികൾ ഇവിടെ താമസിച്ചിരുന്നു, പക്ഷെ അവർ ഇവിടുന്ന് പോയിട്ട് ഒരുപാട് നാളായി. അവർ ടൗണിൽ മാർക്കറ്റിൽ പച്ചക്കറി കട നടത്തുന്നതായിട്ട് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും അറിയാൻ സാധിച്ചേക്കും. അങ്ങനെ ഹീറോ ടൗണിലെ ചന്തയിൽ വന്ന് വീരനെയും ധീരനെയും പറ്റി അന്വേഷിക്കുമ്പോൾ അവര് പറയും, കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അവരുടെ അമ്മ മരിച്ചത്, അങ്ങനെ ആ കട വിറ്റിട്ട് അവരിവിടുന്ന് പോയി, നിലവിൽ അവരെവിടെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് അവര് പറയും. അവരുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അതും ഇവരുടെ കയ്യിലില്ല. അങ്ങനെ ഹീറോ ആകെ നിരാശപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ അവന് വരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീരൻ ധീരൻ എന്ന് പറഞ്ഞ രണ്ടുപേരെ അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്നില്ലേ, അതിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കില്ലർ അവനെ കൊന്ന് പഴയതുപോലെ തന്നെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് പോയേക്കാണ്, നിങ്ങളുടെ അന്വേഷണമൊക്കെ എവിടെ വരെയായി, നിങ്ങളിങ്ങനെ അന്വേഷണം എന്ന് പറഞ്ഞ് നടക്കുന്നുകൊണ്ട് അവൻ ഓരോരുത്തരെ തേടി പിടിച്ച് കൊല്ലുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിക്കും. ഇതിപ്പോ ചത്തേക്കുന്നത് ധീരനാണോ വീരനാണോ എന്നുള്ള കാര്യമെങ്കിലും നിനക്കറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ പറയും, ഈ മരിച്ചിരിക്കുന്നത് ധീരൻ തന്നെയാണ്. കമ്മീഷണർ ചോദിക്കും, അത് ധീരനാണെന്ന് പറയാൻ മാത്രം നിനക്കെന്താ എത്ര ഉറപ്പ്? ഹീറോ പറയും, ഈ സംഭവം നടക്കുമ്പോൾ കെമിസ്ട്രി ലാബിലും ഫിസിക്സ് ലാബിലും ആയിട്ടാണ് കുട്ടികൾ ഉണ്ടായിരുന്നത്, എന്നാൽ ഫ്രാൻസിസ് കൊല്ലപ്പെട്ടത് കെമിസ്ട്രി ലാബിൽ വെച്ചാണ്. അന്ന് തന്റെ ടിന്നിന് സംഭവിച്ചതുപോലെ മറ്റുള്ളവർക്കും വരുത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അവരുടെ ഇരട്ട സഹോദരനെയോ സഹോദരിയോ കണ്ടുപിടിച്ച് കില്ലർ കൊല്ലുന്നത്. അതുമാത്രമല്ല, കെമിസ്ട്രി ലാബിൽ ഉണ്ടായിരുന്നവരെ മാത്രമാണ് അയാൾ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയാൻ കാരണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ധീരനായിരിക്കാനാണ് ചാൻസ്. ഓക്കെ, എന്തൊക്കെയായാലും എത്രയും വേഗം തന്നെ ഈ കേസിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് അവനൊരു വാണിംഗും കൊടുത്തിട്ട് കമ്മീഷണർ അവിടുന്ന് പോകും. അതിനുശേഷം ഹീറോ വന്ന് ആദ്യം കേസ് അന്വേഷിച്ചിരുന്നില്ലേ, അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അയാൾ റിക്കവറായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെന്ന് തോന്നുന്നു. അയാളോട് ആ ആക്സിഡന്റ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അയാൾ പറയും, അതൊന്നുമില്ല സാർ, ഒരു ദിവസം രാത്രിയിൽ ഒരു ബോഡി കൂടി ടൗണിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വന്നിരുന്നു. അതിനെ തുടർന്ന് ഞാൻ ജീപ്പുമായി പോയപ്പോഴാണ് ഒരു കാർ എന്നെ പിന്തുടരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എന്റെ കാർ ആക്സിഡന്റ് ആകുകയും ചെയ്തു. അതിന് കാരണക്കാരൻ ആ കാറുകാരൻ തന്നെയാണ്. പക്ഷേ അതിലെ ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അപകടത്തിന് ശേഷം എന്നെ ഹോസ്പിറ്റലാക്കിയതും അയാൾ തന്നെയാണ്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ ഇയാളെ കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്, അതേ സമയത്ത് ഇയാളെ ഹോസ്പിറ്റലാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടിൻ ബേഡ്സി എന്നുള്ള ആ മാഡത്തിന്റെ ഒരു കോള് നായകന് വരുന്നത്. അവര് പറയും, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ
ഞാനിത് പറയുന്നത് മൂലം ബെഞ്ചമിന് യാതൊരുവിധ അപകടമോ അയാൾക്ക് നേരെ ആക്രമണമോ ഉണ്ടാകാൻ പാടില്ല എന്നെനിക്ക് ഉറപ്പു തരികയാണെങ്കിൽ മാത്രം ഞാനൊരു കാര്യം പറയാമെന്ന് പറയും. ഓക്കെ, അത് പറയാൻ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ അവർ പറയും, ഞാൻ എന്റെ മക്കളെ പോലെ തന്നെയാണ് ബെഞ്ചമിനെയും ഫ്രാൻസിസിനെയും കണ്ടത്. അതുകൊണ്ട് തന്നെ അവന്റെ ശവകുടീരത്തിൽ എല്ലാ ഓർമ്മ ദിവസവും പോയി പൂക്കൾ അർപ്പിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പോയി പൂക്കൾ വെക്കുന്ന ആ സമയത്ത് എനിക്ക് മുമ്പായി ആരോ അവിടെ എത്തി പൂക്കൾ വെക്കാറുണ്ട്. അങ്ങനെ ഒരാൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും ബെഞ്ചമിൻ തന്നെയാകും. നാളെ അവന്റെ ഓർമ്മ ദിവസമാണ്. ഒരുപക്ഷെ ആ ശ്മശാനത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അവനെ കാണാൻ കഴിയും. ഞാനിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ബെഞ്ചമിൻ കാരണം ഒരു മരണം കൂടി ഉണ്ടാവാൻ പാടില്ല. ഇത് കേട്ട ശേഷം ഹീറോ അവിടുന്ന് വണ്ടിയും എടുത്ത് നേരെ ആ ശ്മശാനത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തി അവന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ ബെൻസ് കാറും അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ കാറിൽ നിന്നിറങ്ങി ഒരു കയ്യിൽ ബൊക്കയുമായിട്ട് ഫ്രാൻസിസിന്റെ കല്ലറ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനവിടെ പൂക്കളൊക്കെ അർപ്പിച്ചിട്ട് അവന്റെ മാസ്ക് മാറ്റുമ്പോഴാണ് ആ കൊലയാളി ആരാണെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകുന്നത്. അത് വേറെ ആരുമല്ല, ഇത്രയും നാള് അവന്റെ കൂടെ SI ആയിട്ട് നടന്ന മനോഹറാണത്. ഹീറോ അവന്റെ പുറകിൽ പെട്ടെന്ന് വന്നിട്ട് ഗണ്ണ് വെച്ച് അവനോട് സറണ്ടർ ആവാൻ വേണ്ടി ആവശ്യപ്പെടുമെങ്കിലും ആ ഗണ്ണ് തട്ടിമാറ്റി അവൻ ഉടനെ കാറിൽ കയറി ചീറിപ്പാഞ്ഞു പോകും. ഹീറോ അവന്റെ പുറകെ കുറെ ഓടുന്നുണ്ടെങ്കിലും അവനെ പിടുത്തം കിട്ടത്തില്ല. മനോഹറാണ് ഇതിനെല്ലാം കാരണമെന്നുള്ളത് ഹീറോ മനസ്സിലാക്കി എന്നുള്ളത് മനോഹറിന് അറിയത്തില്ല. അവൻ തിരിച്ച് മനോഹറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കില്ലറെ കണ്ടെന്നും ഇനി സഞ്ജനയും അഞ്ജനയും തേടി അവരിങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് അവൻ മുകളത്തെ നിലയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഓൾറെഡി മനോഹർ ഇവർ രണ്ടുപേരെയും ചെയറിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും പുറകേന്ന് ഒരു കമ്പിവടിക്ക് അടിച്ച് അവനെ ബോധം കെടുത്തും. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ സഞ്ജന മാത്രമേ അവിടെയുള്ളൂ, അഞ്ജനയെ കാണാനില്ല. അങ്ങനെ സഞ്ജനയെയും കൂട്ടി അഞ്ജനയെ തേടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവർ പോകുന്ന വഴിക്കാണ് ഒരു പഴയ പണി തീരാത്ത ബിൽഡിംഗ് കാണുന്നത്. നേരത്തെ ചോദ്യം ചെയ്യപ്പെട്ട പ്രതികൾ പറഞ്ഞ അനുസരിച്ച് ഈ ബിൽഡിംഗിൽ തന്നെ ആയിരിക്കണം അവരുണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യം ഗസ് ചെയ്ത് ഹീറോ ആ ബിൽഡിംഗിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ബെഞ്ചമിനെ തപ്പി ഹീറോയും അഞ്ജനയെ തപ്പി സഞ്ജനയും പോവുകയാണ്. ഇതേ സമയത്ത് മനോഹർ ഹീറോയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഫൈറ്റിനിടയിൽ അവരുടെ തോക്ക് നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കണേന്നുള്ളത് സീനിൽ കാണിക്കുന്നില്ല. അവൻ മേളിൽ നോക്കുമ്പോൾ അഞ്ജന താഴെ സഞ്ജനയെ തിരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. അവൻ മേളിൽ നിന്ന് വിളിച്ചു പറയും, കില്ലറ് ലിഫ്റ്റ് വഴി ഇറങ്ങി വരുന്നുണ്ട്, അതുകൊണ്ട് ഈ ഗണ്ണ് നീ കയ്യിൽ വെച്ചോ, അവൻ ഇറങ്ങിയാൽ ഉടനെ ഷൂട്ട് ചെയ്യണമെന്ന് പറയും. അവൾ ആ ഗണ്ണെടുത്തിട്ട് ആകെ പേടിച്ച് വിറച്ച് ആ ലിഫ്റ്റിൽ നോക്കി ഗണ്ണും ചൂണ്ടി നിൽക്കുകയാണ്. അങ്ങനെ വന്ന ആ ലിഫ്റ്റ് നിന്ന് അത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും അഞ്ജന അതിലേക്ക് വെടിവെക്കുകയാണ്. അവള് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അവളിപ്പോ വെടിവെച്ച് കൊന്നത് അവളുടെ അനിയത്തി അഞ്ജനയെ തന്നെയാണ്. തന്റെ കൈകൊണ്ട് തന്നെയാണല്ലോ തങ്ങളെ സഹോദരി മരിച്ചു എന്നുള്ള ദുഃഖത്തിൽ അവൾ നിൽക്കുമ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ തോക്ക് ഹീറോയുടെ കയ്യിൽ തന്നെയാണ് കിട്ടുന്നത്. അയാൾ മനോഹറിന്റെ നേരെ തോക്ക് ചൂണ്ടുമ്പോഴാണ് ഹീറോയുടെ ഷർട്ടിന്റെ ബട്ടൺ ഇളകി മാറി അയാളുടെ മാറിൽ ഫ്രാൻസിസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ മനോഹർ, അപ്പൊ നീയാണല്ലേ ഫ്രാൻസിസ് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ ഫ്രാൻസിസ് അല്ലടാ, ഞാൻ ബെഞ്ചമിൻ ആണെന്ന് പറയും. അതിനുശേഷമാണ് ആ തോക്ക് അഞ്ജനയുടെ കയ്യിൽ കൊടുത്ത് അഞ്ജനയെ കൊണ്ട് സഞ്ജനയെ കൊല്ലിക്കുന്നത്. ഇതേ സമയത്ത് ഹീറോയാണ് വില്ലൻ എന്നുള്ള കാര്യം എങ്ങനെയോ രഞ്ജിത്ത് അറിഞ്ഞ് രഞ്ജിത്ത് ആ സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ അയാൾ തൂക്കം ചൂട്ടി നിൽക്കുമ്പോഴാണ് നായകൻ മാസായിട്ട് ആ ലിഫ്റ്റിൽ വന്ന് താഴെ ഇറങ്ങുന്നത്. അവൻ ഒരു മനസ്താപവും ഇല്ലാതെയാണ് സഞ്ജനയെ നോക്കുന്നത്. എന്തായാലും നായകന്റെ കാര്യം അതുകൊണ്ട് തീരുമാനമായി. അവനെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. അടുത്ത സീനിൽ ഇന്റർഗേഷൻ ഇരിക്കുമ്പോൾ കുട്ടികൾ വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് ചെയ്ത തെറ്റിന്റെ പേരിൽ ഇത്രയും മുതിർന്നു കഴിഞ്ഞപ്പോൾ അവരെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് അവനോട് ചോദിച്ചു കഴിയുമ്പോൾ ഹീറോ പറയും, മരിച്ചുപോയി എന്റെ അനിയനും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രായം തന്നെയല്ലേ ഉണ്ടായിരിക്കുള്ളൂ, അതുകൊണ്ട് പ്രായത്തിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും. അയാൾ പറയും, നീ ചെയ്ത തെറ്റിനെ നീ ന്യായപ്പെടുത്തരുത്. ഇത്ര വർഷമായിട്ടും നിന്റെ പകയ്ക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ലേ, നിന്റെ ദേഷ്യം തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് തെറ്റായിട്ട് തന്നെ തോന്നത്തുള്ളൂ. നിങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്, അപ്പോൾ എന്റെ ദേഷ്യം മനസ്സിലാകും, എന്റെ പ്രതികാരം മനസ്സിലാകും. ഓരോ ദിവസവും അവനില്ലാതെ ഞാൻ ഉരുകി ഉരുകിയ ജീവിച്ചുകൊണ്ടിരുന്നത്. അവനില്ലാതെ എത്രമാത്രം ഒറ്റപ്പെടലും വേദനയും ഞാൻ അനുഭവിച്ചു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവനില്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ആ ജീവിതം സമ്മാനിച്ചവരാണ് അവരെല്ലാം. അതുകൊണ്ട് അവരതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഞാൻ അങ്ങനെ ആ വേദന കൊണ്ട് ജീവിക്കുമ്പോൾ ഒരു ചെറിയ കൊച്ചിനെ കൊന്നു എന്നുള്ള ബോധം പോലും ഇല്ലാതെ അവരൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു കോമൺ മാനായിട്ട് ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പെട്ടെന്ന് പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ 1-2 പേര് മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് എഴുതി IAS കിട്ടിയിട്ടും IPS സെലക്ട് ചെയ്ത് പോലീസ് സർവീസിൽ തന്നെ വന്നത്. മാത്രമല്ല ആദ്യം ചെയ്ത കൊലയൊക്കെ ഞാൻ സിറ്റിക്ക് വെളിയിലാണ് ചെയ്തത്. എന്റെ ലിമിറ്റിൽ തന്നെ കേസ് വരാനും കേസ്
കേസന്വേഷണം എനിക്ക് തന്നെ കിട്ടാനും വേണ്ടിയാണ് എന്റെ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഞാൻ ഒരു കൊല ചെയ്തിട്ടത്. പക്ഷേ ആ കമ്മീഷണർ എന്തോ നിങ്ങളെയാണ് ആ കേസ് ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെയും ആക്രമിക്കേണ്ടി വന്നത്. സഞ്ജന, അഞ്ജന, വീരൻ, ധീരൻ എന്നിവർ രണ്ടുപേരെ പറ്റിയും എനിക്ക് വിവരങ്ങളൊന്നും കിട്ടിയില്ല. അവരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് അന്വേഷണത്തിൽ ട്വിൻ പേഡ്സ് എന്ന സ്കൂളും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അവിടെ നിന്നാണ് എനിക്ക് ഇവരെ പറ്റിയുള്ള വിവരം കൂടുതൽ കിട്ടിയത്. പക്ഷേ നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെയാണ് നിങ്ങൾക്ക് എന്നെ ഒരു സംശയം തോന്നി തുടങ്ങിയത്. നിങ്ങളിൽ നിന്നും ദിശ തെറ്റിക്കാൻ വേണ്ടിയാണ് ഞാൻ മനോഹറിനെ കരുവാക്കിയത്. അയാളുടെ കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അയാളെ കൊണ്ട് ഞാനിതെല്ലാം ചെയ്യിച്ചത്. ആ ഭീഷണിക്ക് വഴങ്ങിയാണ് അയാൾ അന്ന് ആ ശ്മശാനത്തിൽ വന്നതും അവിടെ പൂക്കൾ വെച്ചതും. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. രഞ്ജിത്ത് പറയും, നിന്നെ ഞാൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞ് അവൻ ഒരു ലൈറ്റർ പൊക്കി കാണിക്കുകയാണ്. അന്ന് അവർ തമ്മിൽ മീറ്റ് ചെയ്തപ്പോൾ അവൻ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് ആ ലൈറ്റർ ഉപയോഗിച്ചത് അവൻ നോട്ട് ചെയ്തിരുന്നു. ആ ലൈറ്റർ തന്നെയാണ് അന്ന് ആക്സിഡന്റ് ആയ ദിവസം അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഉപയോഗിച്ച കാറിലും ഉണ്ടായിരുന്നത്. അത് അവന്റെ ബോധം മറയുന്നതിന് മുമ്പ് അവൻ കണ്ടതായി ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് അയാൾ പരിശോധന നടത്തുമ്പോഴാണ് എല്ലാ ഡ്രസ്സും ചെരുപ്പും എല്ലാം 2 ജോഡി വീതം അവിടെ വാങ്ങി വെച്ചിട്ടുള്ളത് അയാൾ കാണുന്നത്. അയാൾ പറയും, അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? എത്ര വലിയ ക്രൈം ചെയ്താലും എത്ര ബുദ്ധിമാനായാലും അവനെ തേടി ഒരു ദിവസം പോലീസുകാരെത്തും. നിനക്ക് ഞാൻ എന്തായാലും ഇതിനുള്ള ശിക്ഷ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവൻ പറയും, ഞാൻ എന്നേ മരിച്ചു കഴിഞ്ഞു സാർ. അവൻ മരിച്ച അന്ന് തന്നെ ഞാനും മരിച്ചതാണ്. ഈ ഇരിക്കുന്ന വെറും ശവം മാത്രമാണ് എന്നവൻ പറയും. അതിനുശേഷം നായകനെ കോടതിയിൽ ഹാജരാക്കുകയും അവന് മരണശിക്ഷ വിധിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ മനോഹറിനോട് രഞ്ജിത്ത് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ മനോഹറിനോട് ചോദിക്കും, ബാധിക്കപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മനോഹർ പറയും, ബാധിക്കപ്പെട്ടവരെ പോലെ തന്നെയല്ലേ സാർ ബെഞ്ചമിനും? അതിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുള്ളത് ബെഞ്ചമിൻ തന്നെയല്ലേ എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് അവരെ ഇടിക്കുന്നുണ്ട്. അവരെപ്പോ അയാളോട് ചോദിക്കും, നിന്നെയല്ലേ റോബറി കേസിൽ അറസ്റ്റ് ചെയ്തത്? അപ്പോൾ അയാൾ പറയും, അയ്യോ സാർ, അത് ഞാനല്ല, അതെന്റെ ചേട്ടനാണ്, അവനാണ് ജയിലിലുള്ളത് എന്ന് പറയും. അപ്പോഴാണ് മനോഹറിന് ആ കാര്യം ഓർമ്മ വരുന്നത്. അയാൾ ചോദിക്കും, നിന്റെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിക്കും. അയാൾ പറയും, സാർ ഇന്നാണ് എന്റെ ബർത്ത്ഡേ എന്ന് പറയും. അപ്പോഴേക്കും രഞ്ജിത്തും മനോഹറും നേരെ ജയിലിലേക്ക് പോവുകയാണ്. കാരണം എല്ലാവരുടെയും ബർത്ത്ഡേയുടെ അന്നാണ് ബെഞ്ചമിൻ അവരെ കൊല്ലുന്നത്. രഞ്ജിത്തും സുധാകറും അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബെഞ്ചമിൻ അവിടെ എത്തി അവന്റെ പണി തീർക്കും. അവര് വരുമ്പോ ബെഞ്ചമിൻ നിന്നിട്ട് പറയും, നീ എന്താ പറഞ്ഞേ? ആനയ്ക്കും അടി തെറ്റുവന്നോ? അത് ആനയ്ക്ക് തെറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് തെറ്റത്തില്ല. നീ എന്നെ കണ്ടുപിടിച്ചതല്ല, നീ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈറ്റർ അവിടെ വെച്ചത്. ഇവനിവിടെ ജയിലിലാന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് പിടി തന്നതും ഇപ്പോൾ ജയിലിൽ വന്ന് ഇവനെ കൊന്നതും. അതിനുശേഷം മനോഹറിനോട് പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഹൃദയം നിനക്കുള്ളതാണ്. നിന്റെ മകനെ നീ നന്നായി പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്ന് അവനോട് പറഞ്ഞിട്ട് അവൻ ആദ്യം റെയ്ഡിൽ പിടിച്ചൊരു മയക്കുമരുന്ന് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. അത് ഓവർഡോസ് എടുത്തു കഴിഞ്ഞാൽ മരണപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി കഥയുമായി നമുക്ക് വീണ്ടും കാണാം.